അതുപോലെ തന്നെ എല്ലാവരും പറയുന്നത്, എല്ലാവർക്കും പറ്റുന്നൊരു തെറ്റ് ഇത് തന്നെയാണ്. ഈ ചന്ദ്രനെക്കുറിച്ച് ആളുകൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം കാലപുരുഷൻ്റെ ജാതകം എടുത്ത് നോക്കിക്കോ. അതായത് അതിൽ ചന്ദ്രന് ഏത് ഹൗസ് കൊടുത്തേക്കണം? 4-ാം ഭാവം അല്ലേ. അപ്പോൾ 4-ന്ന് 10 ആസ്പെക്റ്റ് ഉണ്ടല്ലോ, 4-ന്ന് 10 നോക്കും. ചന്ദ്രനാണ് 4-ാം ഭാവം കൊടുത്തേക്കുന്നത്. 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മക്ഷേത്രമാണ് ആണല്ലോ. അപ്പം 4-ന്ന് 10 ദൃഷ്ടിയുണ്ട്. അതായത് 4-ൽ നിൽക്കുന്ന ചന്ദ്രൻ കർമ്മഭാവത്തിലോട്ട് ദൃഷ്ടിയുണ്ടെന്നല്ല എൻ്റെ അർത്ഥം. അതായത് മനസ്സ്, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സാണ്. അപ്പം മനസ്സാണ് കർമ്മത്തിലേക്ക് നോക്കുന്നത്. അപ്പം മനസ്സുണ്ടെങ്കിലാണ് കർമ്മം പൂർണ്ണതയിലെത്തുള്ളൂ. നമുക്കറിയാലോ, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സ് എത്രത്തോളം അവിടെ കൊടുക്കുന്നു, അതിനനുസരിച്ചാണ് കർമ്മത്തിന് പൂർണ്ണത ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. അപ്പം മനസ്സിൻ്റെ ദൃഷ്ടി 10 ഉണ്ടെന്ന് വേണം കരുതാൻ. ചന്ദ്രൻ 4-ലാണ്. അതായത് 4-ാം ഭാവം ചന്ദ്രന് കൊടുത്തത് കൊണ്ട് ചന്ദ്രൻ നാച്ചുറലി 10 നോട്ടം ഉണ്ടെന്ന് വേണം പറയാൻ. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ കർമ്മഭാവമാണ് 10 എന്ന് പറഞ്ഞല്ലോ, മനസ്സാണ് അതിൻ്റെ പ്രഭാവം, മനസ്സാണ് കർമ്മത്തിന് പൂർണ്ണത കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. ഇപ്പം ചന്ദ്രനെ ഏത് അവതാരം കൊണ്ടാണ് പരാശരഹോരെ പറഞ്ഞേക്കുന്നത്? ചന്ദ്രനെ പറഞ്ഞിരിക്കുന്നത് കൃഷ്ണനെ കൊണ്ടാണ്. ആർക്കും സംശയമില്ലല്ലോ, കൃഷ്ണനെ കൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. കുരുക്ഷേത്രത്തിൽ അർജുനൻ കർമ്മം ചെയ്യാനാവാതെ പകച്ചു നിന്ന് പോയപ്പോൾ ആരാണ് അദ്ദേഹത്തിനെ കർമ്മത്തിന് പ്രേരിപ്പിച്ചത്? അല്ലെങ്കിൽ പൂർണ്ണക്ഷമതയോടുകൂടി കർമ്മം ചെയ്യാൻ വേണ്ടി പ്രാപ്തനാക്കിയത് ആരാണ്? സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനാണ്. പരാശരഹോരയിൽ ചന്ദ്രനെ കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? ഭഗവാൻ കൃഷ്ണനെ തന്നെയാണ്. രാമനെയാണ് നമ്മൾ സൂര്യനെ കൊണ്ട് പറയുന്നത്. ചന്ദ്രനെ കൃഷ്ണനെ കൊണ്ടാണ് പറയുന്നത്. കാര്യം അത്രത്തോളം കർമ്മത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയാവുന്ന ഒരാൾ കൃഷ്ണനാണ്. കൃഷ്ണൻ അൺപ്രഡിക്റ്റബിളുമാണ്. മനസ്സിൻ്റെ ക്വാളിറ്റി അറിയാലോ, മനസ്സ് അൺപ്രഡിക്റ്റബിളാണ്. ഇപ്പം എന്ത് ചെയ്യും, നാളെ എന്ത് ചെയ്യും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെയാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ചന്ദ്രനെ കൃഷ്ണനോട് ഉപമിച്ചിരിക്കുന്നത്. ഇതിനെ നമ്മളിപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴും പല റെമഡീസും നോക്കും. നമ്മുടെ ഇപ്പോൾ ജാതകത്തിൽ പല പ്രശ്നങ്ങളുണ്ട്. രാഹുവിൻ്റെ പ്രശ്നം, ശനിയുടെ പ്രശ്നം, കേതുവിൻ്റെ പ്രശ്നം, ഇതിനൊക്കെ നമ്മൾ പരിഹാരങ്ങൾ നോക്കും. പക്ഷെ നമ്മൾ വിട്ടുപോകുന്നൊരു പ്ലാനറ്റ് മൂണാണ്. അതായത് നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, നിങ്ങളുടെ മൂൺ ബാലൻസ് ആണെങ്കിൽ, അത് ചന്ദ്രൻ ബാലൻസ് ആണെങ്കിൽ ഈ ലോകം തന്നെ ഇടിഞ്ഞു വീണാലും അയാൾ കുലുങ്ങില്ല. കാര്യം മനസ്സാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. മനസ്സല്ലേ മുഴുവൻ ലോകവും. അപ്പോൾ പിന്നെ മനസ്സ് ബാലൻസ്ഡ് ആണെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കേണ്ട കാര്യമുണ്ടോ? വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അതാണ് ചന്ദ്രൻ്റെ പ്രത്യേകത. ചന്ദ്രൻ ശരിക്കും ഒരു കോൺഷ്യസ് മൈൻഡ് അല്ല, സബ് കോൺഷ്യസ് മൈൻഡാണ്. നമ്മുടെ ഏറ്റവും ഉള്ളിലുള്ളത് ചന്ദ്രനാണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ്, ഇപ്പോൾ പല രോഗങ്ങളും വരുന്നത് എവിടെയാണ്? രോഗങ്ങളുടെ ഉറവിടം ശരിക്കും കോൺഷ്യസ് മൈൻഡിലല്ല, സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അതാണ് ഈ ചന്ദ്രനും മാനസികവുമായിട്ടുള്ള ബന്ധം. രോഗം നമുക്ക് ആ സബ് കോൺഷ്യസ് ലെവലിൽ നമുക്ക് ചിലപ്പോൾ അത് പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പം മനസ്സ് ബാലൻസ് ചെയ്യാൻ പറ്റിയൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ജനിക്കുമ്പം ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം നോക്കുക. അതാണല്ലോ നമ്മൾ ഈ ജന്മനക്ഷത്രം എന്ന് പറയുന്നത്. ആ ജന്മനക്ഷത്രം ഏത് പ്ലാനറ്റിനെയാണെന്ന് നോക്കുക. മനസ്സിലായോ? ഇപ്പോൾ ഒരാൾ ജനിക്കുന്നത് അശ്വതിയിലാണെന്ന് വിചാരിക്കുക. അപ്പം അശ്വതി ആണെങ്കിൽ അതിൻ്റെ പ്ലാനറ്റ് എന്ന് പറയുന്നത് കേതുവായി. അപ്പോൾ കേതുവിൻ്റെ രാശി ഏതാണെന്ന് നോക്കുക. കേതുവിൻ്റെ രാശി, ഇപ്പോൾ കേതു ഒരു സബ്ലോഡാണ്. ഇത് വൃശ്ചികൻ രാശിയുടെ. ആ വൃശ്ചികൻ രാശി ഇയാളുടെ എത്രാമത്തെ ഭാവം എന്ന് നോക്കുക. ഓക്കെ. അപ്പോൾ ആ ഭാവത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇയാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാളുടെ സബ് കോൺഷ്യസ് ലെവലിൽ ഹീലാവും. ഇപ്പം അത് കേതു ആയതുകൊണ്ടാണ്. ഇപ്പോൾ വേറൊരു പ്ലാനറ്റിനെ എടുക്കാം. ഇപ്പം ഒരാളുടെ ചന്ദ്രൻ നിൽക്കുന്നത് അനിഴ നക്ഷത്രത്തിലാണെന്ന് വിചാരിക്കുക. അനിഴം എന്ന് പറഞ്ഞാൽ ആരുടെ നക്ഷത്രമാണ്? ശനിയുടെ നക്ഷത്രമാണ്. അപ്പം ഇയാളുടെ ലഗ്നം നോക്കിയിട്ട് ലഗ്നത്തിൽ നിന്ന് ശനി റൂൾ ചെയ്യുന്നത്, ശനിക്ക് 2 വീടുകളുണ്ടല്ലോ, മകരമുണ്ട്, കുംഭമുണ്ട്. അപ്പം അത് ഇയാളുടെ എത്രയൊക്കെ ഭാവമാണെന്ന് നോക്കുക. മകരം ഏതാണ്, കുംഭം ഏതാണെന്ന് നോക്കുക, എത്രാമത്തെ ഭാവമാണ്. ചിലപ്പോൾ അയാളുടെ 9ഉം 10ഉം ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൽ കുംഭം എടുക്കണം. കുംഭമാണ് മൂലത്രികോണം എന്ന് പറയുന്നത്. അപ്പം ഗ്രഹത്തിൻ്റെ മൂലത്രികോണ ഭാവം ഇയാൾക്ക് എത്രാമത്തെ ഭാവമായിട്ട് വരുന്നു നോക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു ഭാവം ആയിക്കോട്ടെ. എന്നിട്ട് ആ ഭാവത്തിന് ഉതകുന്ന കാര്യങ്ങൾ ഇയാൾ ചെയ്ത് കഴിഞ്ഞാൽ സബ് കോൺഷ്യസ്ലി ഇയാളുടെ കാര്യങ്ങൾ ഹീലാവും. അതായത് ഇയാളുടെ സബ് കോൺഷ്യസ് ലെവൽ ബാലൻസ്ഡ് ആയിപ്പെടും. അതായത് ചന്ദ്രൻ ബാലൻസ് ആവും. അപ്പോൾ ഇയാൾക്ക് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും അതിൽ തന്നെ പരിഹരിക്കാൻ പറ്റും. കാര്യം 3 ബാലൻസ് ആയി കഴിഞ്ഞാൽ എല്ലാം ബാലൻസായി. ആ ഒരു ഇമ്പോർട്ടൻസ് ചന്ദ്രനുണ്ട്. നമ്മൾ സബ് കോൺഷ്യസിനെയാണ് ചന്ദ്രനെ കൊണ്ട് പറയുന്നത്. കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ മെർക്കുറിനെ കൊണ്ട്, ബുധനെ കൊണ്ടാണ് പറയാറ്. ഓക്കെ, സബ് കോൺഷ്യസ് ലെവലിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചന്ദ്രനെ കൊണ്ടാണ് പറയുന്നത്. ഇപ്പം അങ്ങനെയാണല്ലോ. ഇപ്പോൾ നമ്മളൊരു കാര്യം പഠിക്കുകയാണ്, ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുകയാണെന്ന് വിചാരിക്കുക. ഡ്രൈവിംഗ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലച്ചും ഗിയറും എല്ലാം നോക്കണം. അപ്പോൾ നമ്മൾ നോക്കി ആലോചിച്ച് കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ മെർക്കുറി എന്ന് പറയുന്നത്. അതേസമയം ഓടിച്ച് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം സബ് കോൺഷ്യസ് ലെവലാണ് സംഭവിക്കുന്നത്. അവിടെ മെർക്കുറി അല്ല, അവിടെ പിന്നെ ചന്ദ്രനാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സബ് കോൺഷ്യസ് ലെവലെല്ലാം ചന്ദ്രനാണ്. അതാണ് ചന്ദ്രൻ്റെ പ്രത്യേകത.
അപ്പോൾ നമ്മൾ സബ് കോൺഷ്യസ് ലെവലിൽ ശരിയാക്കണം, സബ് കോൺഷ്യസ് ശരിയാക്കണം. അതിനെന്ത് ശരിയാണ്? ചന്ദ്രൻ ശരിയാണ്. ചന്ദ്രൻ ശരിയാണെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്നത് ഏത് നക്ഷത്രത്തിലാണെന്ന് നോക്കുക, അത് ഏത് പ്ലാനറ്റാണെന്ന് നോക്കുക. ആ പ്ലാനറ്റ് നമ്മുടെ ഹോറോസ്കോപ്പിൽ ഏത് ഭാവത്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നോക്കുക. ഇപ്പോൾ 2 ഹൗസസ് ഉള്ള പ്ലാനറ്റുകളാണെങ്കിൽ അതിൻ്റെ മൂലത്രികോണം ഏതാണ് വരുന്നതെന്ന് നോക്കുക. അത് ഏത് ഭാവത്തിന്, ഇപ്പോൾ 3-ാം ഭാവമാണെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ സബ് കോൺഷ്യസ് ട്രീറ്റ് ആവും. അതേപോലെ തന്നെ 5-ാം ഭാവമാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പഠിക്കുമ്പോൾ നിങ്ങൾ സബ് കോൺഷ്യസ് ട്രീറ്റ് ആവും. അതായത് സബ് കോൺഷ്യസ് ലെവൽ ശരിയാവുന്ന പറഞ്ഞാൽ ചന്ദ്രൻ ശരിയാവുന്നതാണ് അതിനർത്ഥം. ഇങ്ങനെയാണ് നമ്മൾ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്നത്. ഇതൊരു ഒരു ഒരു എന്താ പറയുക, സാധാരണ രീതിയിലുള്ള ഒരു റെമഡി പോലെയല്ല. അതായത് നമ്മുടെ ദശ നോക്കി നമ്മുടെ ഒരു പരിഹാരം പറയുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റ് അഫ്ലിക്ഷൻസ് നോക്കി പരിഹാരം പറയുന്നത് പോലെയൊന്നുമല്ല. ചന്ദ്രനെയാണ് നമ്മൾ ബാലൻസ് എപ്പോഴും ചെയ്യേണ്ടത്. എന്തും ആയിക്കോട്ടെ, ചന്ദ്രൻ ശരിയായില്ലെങ്കിൽ പിന്നെ വേറെ ഒന്നും ശരിയായിട്ട് കാര്യമില്ല. സൂര്യൻ ആത്മാവാണ്, ആത്മാവ് വന്നു തീർന്നു അവിടെ. കാര്യം ആത്മാവ് ജനന മരണങ്ങൾക്ക് അതീതനാണ്. പക്ഷേ മനസ്സങ്ങനെയല്ല. മനസ്സാണ് ഈ സമ്പൂർണ്ണ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിനെ ബാലൻസ് ചെയ്യണം. മനസ്സെവിടെ നിൽക്കുന്നത് നോക്കുക. ഓക്കെ. അപ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം ഇപ്പം നിങ്ങളുടെ 9-ാം ഭാവത്തിനാണ് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ 9-ാം ഭാവത്തിന് നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. മനസ്സ് ഹീലാവും. അതാണ് ചെയ്യേണ്ട കാര്യം.